അഴകായി വിടരും പൂനീല പൗർണമിയായൊരു പൊന്നൊളിയാണീ കനിമോള് വിരിഷത്താലഹതവനേകിയ അൽമാസ് മിൻമോളാണ് പൂങ്കവിളിൽ മുത്തം നൽകണ് റാഷിദ പൊന്നുമ്മയേറെ പ്രിയമോളെ വാരി പുണരണ സഫ്വാൻ. ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? പിന്നെ എന്താ എല്ലാവരും നാട്ടിൽ മഴയൊക്കെ ഉണ്ടാവും, ഇവിടെ അല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നുള്ളത് ഇന്ന് മോളുടെ കൊച്ചു വിശേഷങ്ങളായിട്ടാണ് വന്നുള്ളത്. അപ്പം അതിന് മുന്നായിട്ട് എൻ്റെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി നാട്ടിലെത്തിയോ, എവിടെ ചേച്ചിയുടെ നാട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിൽ പറയാൻ വിചാരിച്ച്. അപ്പോൾ റിപ്ലൈ തരാത്തോണ്ട് ചോദിച്ചവരൊന്നും വിചാരിക്കണ്ട കേട്ടോ, ജാടെന്ന് വിചാരിക്കണ്ട. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് റിപ്ലൈ തരാൻ. അപ്പോൾ ചേച്ചിയുടെ വീട് കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരുപാട് പോകണം. കൊല്ലത്തെ വീട്. ചേച്ചി നാട്ടിലെത്തി. അന്ന് രാത്രി 11:30 ട്രെയിനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിറ്റേന്ന് ഒരു 5:30-6 മണിക്ക് ഉണ്ടാവും. ആ ടൈമോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നതും വൈൻഡപ്പ് ചെയ്യണതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരട്ടെ വീഡിയോ. അപ്പോൾ മക്കളെ നമ്മൾ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് കെടുത്തിയാണ് കേട്ടോ. ഉറക്കി കെടുത്തിയ ആളാണ്. അപ്പോൾ ഉണ്ടാവും കണ്ണ് എടുത്തിട്ട് ഭയങ്കര കളിയാണ്. ഇന്ന് ഉറങ്ങിയാലാണ് കണ്ണ് എഴുതാൻ പറ്റുന്നത്. ഇരിക്കലും കൺമിഷൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നു. അതന്നെ പറഞ്ഞേ. ചെറിയൊരു ഉറക്കായിട്ടുണ്ട് കേട്ടാ. മെല്ലെ എഴുതി കൊടുത്തോട്ടെ, എന്താ അവസ്ഥ അറിയില്ല. ഉറങ്ങാണ്ട് എഴുതിയത് അവസ്ഥ ഉണ്ടോ? കാണിച്ചു കിട്ടി. ഇതാ കാണിച്ചേ. മെല്ലെ മെല്ലെ കട്ട് ചെയ്തിടുക. നല്ല ഉറക്കായിട്ട് കിട്ടും. കളഞ്ഞു. കട്ട് ചെയ്യണ്ട. ഇവിടെ കട്ടി. ഇപ്പുറത്തെ ഭാഗം കാണുന്നില്ല. കുറച്ച് കളഞ്ഞു പോകുന്നുണ്ട്. ചെറുതായിട്ടത് വളഞ്ഞില്ല. അപ്പൊ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കണ്ടിട്ട് അവള് അനങ്ങാണ്ട് കെടുക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നല്ല എഴുതിയിട്ടുണ്ട്. സൈഡിലേക്ക് എടുത്തേക്ക്. അപ്പൊ കൊളാക്കും. ഞങ്ങള് കണ്ണെഴുതില് ഇന്നലെ എടുക്കാൻ വിചാരിച്ചാണ്. പക്ഷെ ഇന്നലെ ആള് കുളിക്കുമ്പോ തന്നെ ഭയങ്കര വാശിയായിരുന്നു. ഇന്നലെ അങ്ങ് തീരെ കണ്ണൻ ഞങ്ങൾ ഇന്നലെ തീരെ എഴുതിയില്ല. പിന്നെ ആള് വലിയ കുഴപ്പമില്ല. കുറച്ചേരം ഉറങ്ങിയതിന്റെ ശേഷമാണ് കുളിപ്പിച്ചിരുന്നത്. അപ്പം അത് കാരണം കൊണ്ട്
വലിയ കുഴപ്പമില്ല. ഇന്നലെ വല്ലാണ്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മഴ കണ്ട് തുറന്നു കണ്ടപ്പോൾ ഇന്നലെ കണ്ട് കുളിപ്പിച്ചാണ്. ഇന്ന് കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞ കാരണം കൊണ്ട് മൂട് കുഴപ്പമില്ല ആൾക്ക്. ലാസ്റ്റ് തുറക്കാം. നമുക്ക് എനിക്ക് ഒരുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അത് കാരണം കൊണ്ട് എത്ര ഒരുക്കിയിട്ട് ഒന്നും മതിയാവില്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. നമ്മളെ കയ്യൊക്കെ അതാ പൊന്തുണ്ട്. ഇതൊരു പൗഡറൊക്കെ നമുക്ക് ഇട്ട് വേഗം ഇതാക്കാം. അവള് കണ്ണെഴുതലൊക്കെ കഴിഞ്ഞപ്പോ അവള് കണ്ണ് തുറക്കുന്ന എന്തൊക്കെയോ കാട്ടുണ്ട്. നേരെ കെടുക്ക് കണ്ണ് തുറക്കട്ടെ. ഇത് കണ്ടു കൊച്ചു നമുക്ക് വീഡിയോ എടുത്തുന്ന അനിയത്തിയാണ് കേട്ടോ. അപ്പം അനിയത്തിനെ വെച്ചിട്ടാണ് ക്യാമറമാനായിട്ട് നിർത്തിയിട്ടുള്ളത്. ഇതാ നോക്കിയേ. കണ്ണെഴുതിയില്ല അമ്മ. ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ഉങ്ങിക്കൂടാൻ ഉറക്കിയിട്ട് ഉറങ്ങാണ്ട്. ഓ നീ കണ്ണിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കട്ടെ. അത് ഉറങ്ങാണ്ട് പറ്റൂല. നന്നായി ഉറങ്ങിട്ട് എഴുതി കൊടുക്കില്ല. അല്ലേ കണ്ണിന്റെ ഉള്ളിൽ എഴുതണ്ട നമുക്ക്. നല്ല ഉറങ്ങിയിട്ടില്ല നമുക്ക് എഴുതാനിട്ടുള്ളൂ. നമുക്ക് സമ്മതിക്കില്ലല്ലോ. ഉള്ളിൽ എഴുതണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ മേലെ എഴുതലും അടിയിൽ എഴുതലൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് അതേമാതിരി എഴുതി കൊടുക്കും. ഇന്നലെയാണ് എഴുതാൻ പറ്റാത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം എഴുതിയില്ല അല്ലേ? ഒരു ദിവസം എഴുതിയില്ല. പിന്നെ ഇന്ന് എഴുതി. നീ ഉറങ്ങിട്ട് കണ്ണിൽ എഴുതി കേട്ടാ. ഞങ്ങള് പിരികെ എഴുതി എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. നീ കണ്ണൊക്കെ എഴുതിയിട്ട് ലാസ്റ്റ് എനിക്ക് കാണിച്ചിട്ടാ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഉറങ്ങാണ്ട് എന്തായാലും പറ്റൂല എഴുതാൻ. ഇപ്പോഴാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നുണ്ട് എന്നാലും ഉറങ്ങണില്ല. ലൈറ്റൊക്കെ നോക്കിട്ടേ കിടക്ക. ഉറക്കമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഉറങ്ങണില്ല. ഐലിനർ വെച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് കണ്ണിന്റെ മേലെ ഇതല്ലേ കൺമശിയാണ്. അപ്പൊ എല്ലാരും അറിയാം എന്താ കൺമശി യൂസ് ചെയ്യാൻ പാടില്ല കുട്ടികൾക്ക്. ഇത് മറ്റേ ആയുർവേദിക്കിന്റെ കേട്ടാ. മിമിക്കായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണത്. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് എഴുതി കൊടുക്കണേ. ഇതായിട്ട് സൂക്ഷിച്ചൊക്കെ എഴുതി കൊടുക്കണത്. എന്താ ഒന്നും പറ്റൊന്നുമില്ല. നോക്കി കണ്ടൊക്കെ എഴുതി കൊടുക്കണത് അറിയാം. എന്താ കുട്ടിയുടെ കണ്ണി തട്ടും കരന്നാലും നോക്കിയിട്ട് എഴുതുന്നത്. പക്ഷെ എനിക്കൊരു കൃത്യ എന്താണ് ദിവസം അറിയാം. പക്ഷെ
തൃപ്തി, കംഫർട്ടബിൾ. അതന്നെ അങ്ങനത്തെ രീതിയിൽ വേണം എനിക്ക് എഴുതാൻ ഇഷ്ടട്ടാ. അവിടെ ഉറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്, അത് കാരണം എഴുതാനൊരു അത് കുറച്ച് കൺവ്യൂസാക്കി. മീനാണല്ലേ. അപ്പൊ മോളെ കണ്ണയത്തിലൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വിധത്തിലൊക്കെ എഴുതി ഒപ്പിച്ച് ക്യാമറ എങ്ങനെ ഉണ്ടോ ഫേസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്തായാലും പട്ടണ ഇതിൽ അടിപൊളിയാക്കിയുണ്ട്. എന്താ സംഭവം എന്നറിയോ, ഇവള് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കണ്ണെഴുതുന്നതൊക്കെ കൊള്ളാം കേട്ടോ. അപ്പൊ അത് കാരണം ഒരു പിരികം കട്ടിയായി ഒരു പിരികം കട്ടില്ലാണ്ടായി. അപ്പൊ അത് കാരണം കൊണ്ട് എന്താ പറയാ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. അപ്പൊ പറ്റണ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് ആയി കാരണം കൊണ്ടിട്ട് നേരത്തെ കണ്ണെഴുതലൊക്കെ അല്ലെങ്കിൽ ഉറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങള് കണ്ണെഴുതുള്ളൂ സമാധാനത്തിൽ. ഉറങ്ങിയാൽ പിന്നെ അടിപൊളിയായിട്ട് എഴുതാലോ. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ, കണ്ടിട്ട് എങ്ങനെയുണ്ട് പറയണട്ടോ. അപ്പൊ മക്കളപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എന്താ ഞാൻ ഒറ്റക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒറ്റക്ക് വെച്ചിട്ട് സപ്പാനിക്കില്ല അന്യത്തിനെ കൂടെ അടുപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. മോളെ കണ്ണെഴുതിയാലും എല്ലാത്തിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. ഞാൻ എഴുതിയതൊക്കെ കണ്ടല്ലോ. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പെൺകുട്ടികളെ ഒരുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ആൺകുട്ടികളെക്കാട്ടി കൂടുതൽ പെൺകുട്ടികൾക്ക് ഒരുപാട് ഒരുക്കാനുണ്ടാവുമല്ലോ. മുടിയിട്ട് കൊടുക്കാനും കണ്ണെഴുതാനും ഡ്രസ്സ് ഇടിപ്പിക്കാനും ഒക്കെ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഞാൻ കണ്ണെഴുതി നടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ മോള് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. അപ്പൊ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ഇടട്ടാ. കമന്റ് ഇട്ട് പറഞ്ഞു തന്നാൽ മതി. ഇൻഷാല്ലാഹ് അക്സെപ്റ്റ് ചെയ്തോണ്ട്. അപ്പൊ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. റിപ്പീറ്റ് അടിച്ച് പറഞ്ഞത് എല്ലാവരും കമന്റ് അന്ന് കണ്ടിരുന്നു, എന്നാലും പറയുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.